കട്ടപ്പന ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിൻവശത്ത് ഇടിഞ്ഞു വീണ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടി തുടങ്ങി. ശക്തമായ മഴയിലാണ് മണ്ണിടിഞ്ഞ് കെട്ടിടത്തിന്റെ പിൻവശത്തേക്ക് വീണത്. ഇതോടെ കെട്ടിടം അപകട ഭീഷണിയിലായി. സ്കൂളിന്റെ ഫിറ്റ്നസ് ലഭിക്കുന്ന കാര്യത്തിലടക്കം വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നു. തുടർന്നാണ് കട്ടപ്പന നഗരസഭ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ തുടങ്ങിയിരിക്കുന്നത്. കട്ടപ്പന നഗരസഭയിൽ നിന്നും 30 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പിൻവശത്ത് ഇടിഞ്ഞു കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യുവാൻ നടപടി തുടങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രളയകാലത്താണ് സ്കൂൾ കെട്ടിടത്തിന്റെ പിൻവശത്ത് മണ്ണിടിഞ്ഞു വീണത്. ക്ലാസ് മുറികളുടെ പിൻവശത്ത് വലിയ രീതിയിലാണ് മണ്ണ് കൂടി കിടന്നിരുന്നത്. വലിയ കല്ലും മണ്ണും അടക്കം ഇടിഞ്ഞ സ്കൂൾ കെട്ടിടത്തിലേക്ക് ഇടിച്ചു നിൽക്കുകയായിരുന്നു. അന്ന് മണ്ണിടിഞ്ഞ സമയത്ത് ക്ലാസ് മുറികളിലെ ജനലുകൾക്കടക്കം കേടുപാടുകൾ സംഭവിച്ചിരുന്നു. തുടർന്ന് മണ്ണ് നീക്കം ചെയ്യാൻ ഉണ്ടായ കാലതാമസത്തിൽ പ്രതിഷേധവും ശക്തമായിരുന്നു. തുടർന്നാണ് കട്ടപ്പന നഗരസഭ ഈ വിഷയത്തിൽ അടിയന്തര പ്രാധാന്യം നൽകി നടപടി സ്വീകരിച്ചത്. മണ്ണ് ഇടിഞ്ഞു കിടക്കുന്നത് മൂലം സ്കൂളിന് ഫിറ്റ്നസ് ലഭിക്കുന്ന കാര്യത്തിൽ വരെ പ്രതിസന്ധി നേരിട്ടിരുന്നു. മണ്ണ് നീക്കം ചെയ്യുവാൻ ടെൻഡർ വിളിച്ചെങ്കിലും ആരും ടെൻഡർ എടുക്കുവാൻ തയ്യാറാതെ വന്നതാണ് കാലതാമസം നേരിടാൻ കാരണമെന്നാണ് നഗരസഭ അധികൃതർ വ്യക്തമാക്കുന്നത്. തുടർന്ന് മത്സരാടിസ്ഥാനത്തിൽ കൊട്ടേഷൻ വിളിച്ചാണ് നിലവിൽ മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചതെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ജോയ് വെട്ടിക്കുഴി പറഞ്ഞു. അത് മാറ്റേണ്ടത് നിലവിലുള്ള കെട്ടിടത്തിന്റെ സുരക്ഷിതത്വത്തിന് വളരെ അനിവാര്യമായിരുന്നു എന്നുള്ളതുകൊണ്ട് മുനിസിപ്പാലിറ്റി ഈ ഒരു കാര്യത്തിന് വേണ്ടി 30 ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് വെച്ച് ആ കെട്ടിടത്തിന് ഭീഷണിയായി നിന്നിരുന്ന മണ്ണുകൾ മുഴുവൻ വലിച്ചു മാറ്റുകയും അതിനുശേഷം ആ മണ്ണിന്റെ വാല്യുവേഷൻ നിശ്ചയിച്ച് അത് വിൽക്കുന്നതിന് വേണ്ടിയിട്ട് 3 പ്രാവശ്യം അതിന്റെ വാല്യുവേഷൻ അനുസരിച്ചുള്ള കൊട്ടേഷൻ വിളിക്കുകയുണ്ടായി. എന്നാൽ ആ വാല്യുവേഷൻ അനുസരിച്ച് ഉള്ള കൊട്ടേഷനിൽ ആരും കൊട്ടേഷൻ വെക്കാൻ തയ്യാറായില്ല എന്നുള്ളതുകൊണ്ട് അതിന്റെ വാല്യുവേഷൻ ഇല്ലാതെ തന്നെ ആളുകളുടെ നിന്നും ഒരു മത്സര അടിസ്ഥാനത്തിലുള്ള കൊട്ടേഷൻ സ്വീകരിക്കുകയും ഏറ്റവും കൂടുതൽ പൈസ കോട്ട് ചെയ്ത ആളിന് മണ്ണെടുക്കുന്നതിനുള്ള അനുവാദം നൽകുകയാണ് ചെയ്തത്. അതനുസരിച്ച് ആ മണ്ണ് മുഴുവനും എടുത്തു മാറ്റപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മണ്ണ് നീക്കം ചെയ്യുന്നതിനൊപ്പം തന്നെ മണ്ണിന്റെ ഭാഗത്ത് സംരക്ഷണത്തിൽ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സ്കൂളിന്റെ പിൻവശത്തെ മൺതിട്ടയ്ക്ക് മുകളിൽ വീടുകളുണ്ട്. ഇവയ്ക്കും മണ്ണിടിച്ചിൽ അപകട ഭീഷണിയായിരുന്നു. ഈ ഭാഗത്തും സംരക്ഷണത്തിൽ നിർമ്മിച്ച് അപകട ഭീഷണി ഒഴിവാക്കിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കാലതാമസം കൂടാതെ ഈ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കുവാൻ കഴിയുമെന്ന് നഗരസഭാ അധികൃതർ വ്യക്തമാക്കി. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.